അതായത് ആ അക്ക പണിയെടുക്കുന്ന അതേ വീടല്ലേ? അല്ല, നിങ്ങ പറഞ്ഞ അല്ല പൊരയത് പട്ടി പൊട്ടുന്നു ഇതേ പോരെ? ആ ഉറപ്പാ? കടിക്കോ? നമസ്കാര. പായിക്കോ നായി? പായിക്കോ? ഞമ്മ അങ്ങക്ക് പറട്ടാ? അങ്ങക്ക് പറട്ടാ? പാടുണ്ടോ നായി? ഇവിടെ വേറെ ആരുണ്ടോ? ഈ പൊരയിൽ എത്ര ആളുണ്ടോ? വേറെ ആരുണ്ടോ? വിളിക്കല്ല. ആണുങ്ങില്ല? ആണുങ്ങ വിളിക്കല്ല. ഇവിടെ എത്ര പട്ടിയുണ്ടോ? ആ ആ ഇവരാ? നമസ്കാരം അക്ക. നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റാണ്. നിങ്ങളെ പോലെ ഇവിടെ നായ എത്ര ഉണ്ടോ? ആ എത്ര ഉണ്ടോ? ഇപ്പൊ നേരെ കേൾക്കുന്നുണ്ട്. കാരണം 10-20 ഉണ്ടോ? ലൈസൻസ് എടുത്തിട്ടില്ല? ഇവിടെ അപ്പുറത്തിപ്പുറത്തെല്ലാം വീട്ടിൽ പോയിട്ട് ഉപദ്രാക്കെന്ന് പറഞ്ഞിട്ടാണ് പരാതി. കൊറേ ഉണ്ടോ? അത്രയല്ല ഉണ്ടാ? വാ പോവാ, വാ ബസ് കെട്ടി വാ. ഓടിക്കോ. അതന്നല്ലേ പേടി, വേറെ ഏത് പേടിയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ പഞ്ചായത്തിലെ 18ാം വാർഡ് അടിക്കയിലാണ്. അടിക്കയിലെ ഒരു നഗരിയിൽ ഒരു വീട്ടിൽ വളർത്തുന്ന നായ്ക്കുഞ്ഞിക്കളാണ് നിങ്ങളിവിടെ കണ്ടത്. എത്ര ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഈ പരിസരത്തുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഏകദേശം 10-50 കൂടുതൽ പട്ടികളാണ് ഇവിടെ വളർത്തിക്കൊണ്ടുള്ളത്. വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ നാട്ടിലെ ആളുകളത്. പലപ്പോഴും ബന്ധപ്പെട്ട അധികാരികളോട് നടപടിയെടുക്കാൻ പറഞ്ഞിട്ട് പോലും നടപടി എടുത്തിട്ടില്ല. ഇന്നും ഈ അനിമൽ ഡിപ്പാർട്ട്മെന്റിലെ ജില്ലാ ഓഫീസറുമായി ഡെപ്യൂട്ടി ഡയറക്ടറുമായി സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇവർ നിയമപരമായിട്ടല്ല പട്ടിയെ വളർത്തുന്നത്. പട്ടിയെ വളർത്തണമെങ്കിൽ ലൈസൻസ് വേണം. ഒരു ലൈസൻസും ഇല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഉന്നത അധികാരികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വിഷയത്തിലേക്ക് ഇടപെടൽ നടത്തണം. വാർഡ് മെമ്പറുണ്ട്, തൊട്ടടുത്ത വാർഡ് മെമ്പറുണ്ട്. ഈ പരിസരത്തൊക്കെ വീടുകളിൽ പാതിരാത്രി സമയങ്ങളിൽ ചെന്ന് അവിടെ നാശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്ന് അറിയിക്കുന്നു.